ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ തെളിയിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന ഓണം എക്സാമിന് ഒരു മാർക്ക് പോലും മാത്സിൽ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഫുൾ മാർക്ക് തന്നെ നമുക്ക് നേടണം. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പിക്കുക. കാരണം ഏത് ചാപ്റ്ററിന്റെയും സ്ലൈഡുകളും നോട്ട്സും അതുപോലെ ക്ലാസ്സുകളും എല്ലാം അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. റെഡി ആണല്ലോ? തുടങ്ങാണെ. പെന്നും പേപ്പറും പെൻസിലും എല്ലാം എടുത്ത് റെഡി ആയിരുന്നു. നമുക്ക് തെളിയിക്കേണ്ടത് ഇവിടെ എ ബിയും സി ഡിയും രണ്ട് കോഡുകളാണ്. ഈ കോഡുകൾ നമ്മൾ നീട്ടി സർക്കിളിന്റെ പുറത്തേക്ക് അങ്ങ് വരച്ചിട്ട് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പോ എ പി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലും പി ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും, ഇവിടെ ട്രയാങ്കിൾ ഒന്നും കാണുന്നില്ലല്ലോ സാർ, അതൊന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. നോക്കാം, ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. എ സി നമ്മൾ ജോയിൻ ചെയ്യും, എ സിയും അതുപോലെ ബി ഡിയും ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് ട്രയാങ്കിൾ കിട്ടും. ട്രയാങ്കിൾ എ പി സിയും അതുപോലെ ട്രയാങ്കിൾ പി ബി ഡിയും. ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് സെയിം ആണ്, കോണുകൾ തുല്യമാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് തെളിയിക്കാം. ഇവിടെ മക്കളെല്ലാരും നോക്കിക്കോ, ആംഗിൾ പി എന്ന് പറയുന്നത് രണ്ട് ത്രികോണങ്ങളിലും സെയിം ആണ്. അതെന്തുകൊണ്ടാ? അത് രണ്ടും കോമൺ ആംഗിൾ ആണ്. കോമൺ ആംഗിൾ അഥവാ പൊതുവായ കോണാണ് ആംഗിൾ പി. ഇനി ആംഗിൾ എ എന്ന് പറയുന്നത് ഏത് കോണിന് തുല്യമാണ്? നമുക്കറിയാം, ബി ഡി പിക്ക്, അഥവാ ആംഗിൾ പി ഡി ബി. എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ അകംകോൺ എന്ന് പറയുന്നത് എതിർമൂലയിലുള്ള പുറം കോണിന് തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇന്നർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഔട്ടർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ പി ബി ഡിക്കും ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ പി ബി ഡിക്കും ഈക്വൽ ആണ്. റീസൺ എന്ന് പറയുന്നത് എ ബി ഡി സി എന്ന് പറയുന്നത് എ ബി ഡി സി ഒരു ചക്രീയ ചതുർഭുജമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതാണ് കാരണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ മൂന്ന് ആംഗിളുകളും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ, രണ്ട് ട്രയാങ്കിളിലെ ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളും, ട്രയാങ്കിൾ പി എ സി എന്ന് പറയുന്നത് സിമിലർ ആണ്. ആരോട്? ട്രയാങ്കിൾ പി ഡി ബിയോട്. ശരിയല്ലേ? പി ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിളും പി എ സി എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ്. ശരിയല്ലേ? അപ്പോ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ ഒരേ റേഷ്യോയിലാണ്. സൈഡുകൾ തമ്മിലുള്ള, വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യല്ലേ? ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് പി സി. ശരിയല്ലേ? ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് പി സി. അതിലൊരാൾക്കും സംശയം വേണ്ട. ശരിയല്ലേ? ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് പി സി. ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ഡി. ഇവിടെ ഉള്ള ആംഗിൾ ബി പി ഡി ബി അഥവാ ഈ ആംഗിൾ ഡി. ശരിയല്ലേ? പി ഡി ബി. അതിൽ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? പി ബി. അതിൽ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി നോക്കിക്കേ, ആംഗിൾ സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? ആംഗിൾ സിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആണ് പി എ. വലിയ ട്രയാംഗിളിൽ പി എ. സോ പി എ ബൈ ആംഗിൾ സി ആർക്ക് ഈക്വലാ? ആംഗിൾ പി ബി ഡിക്ക് ഈക്വലാ. അതിന്റെ ഓപ്പോസിറ്റ് ആരാ? പി ഡി. ശരിയല്ലേ? ഈ റേഷ്യോ നമുക്ക് ഈക്വൽ ആണ്. അത് അങ്ങ് എഴുതി വെക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. പി എ ഇൻറ്റു, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇത് നമുക്ക് കിട്ടി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. സെറ്റ്. അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
PBയും PDയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം അഥവാ സമപാർശ്വ ലംബകം ഐസോസിലസ് ട്രപ്പീസിയം ആണെന്നാണ് തെളിയിക്കേണ്ടത്. സിമ്പിളാ. നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ള എന്താടാ, PBയും PDയും തുല്യമാണ്. PB is equal to PD തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. നമുക്ക് എന്തറിയാം, PA into PB is equal to PC into PD. ഇത് നമുക്ക് അറിയുന്ന ഇക്വേഷൻ, ഇത് നമുക്ക് കിട്ടി. PA into PB എന്ന് പറയുന്നത് PC into PDക്ക് ഈക്വൽ ആണ്. അവിടെ PB എന്ന് പറയുന്നതും PD എന്ന് പറയുന്നതും ഈക്വൽ ആയതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യാം. അതിൽ നമുക്ക് എന്ത് കിട്ടും, PA is equal to PC. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ PA എന്ന് പറയുന്നതും PC എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ശരിയല്ലടാ? രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ PAയും PC എന്താണ്, ഈക്വൽ. ഇനി മക്കൾ നോക്ക്, PAയിൽ നിന്ന് ഞാനിതാ PAയിൽ നിന്ന് PB കുറയ്ക്കുന്നു. PBയും PDയും ഈക്വൽ ആണെന്ന് നമുക്കറിയേ. അതുപോലെ PCയിൽ നിന്ന് PD കുറയ്ക്കുകയും കൂടെ ചെയ്താൽ PCയിൽ നിന്ന് PA എന്ന് പറയുന്നത് PCക്ക് ഈക്വൽ ആണ്, PB എന്ന് പറയുന്നത് PDക്ക് ഈക്വൽ ആണ്. PA എന്ന് PB കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എന്താ, AB. PC എന്ന് PD കുറച്ചാൽ CD. അത് നമുക്ക് കിട്ടും AB is equal to CD. സൈഡുകൾ ഈക്വൽ ആണ് നമുക്ക് കിട്ടി. സൈഡുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. കിട്ടിയോ? കിട്ടി. അതിൽ സംശയമില്ല. അതിലൊരാൾക്കും ഇനി ഡൗട്ടേ വേണ്ടല്ലോ. കാരണം എന്താ, PA എന്ന് പറയുന്നത് മക്കൾക്ക് എന്തറിയാം, PA എന്ന് പറയുന്നത് PCക്ക് ഈക്വൽ. അതുപോലെ നമുക്കറിയാം PB എന്ന് പറയുന്നത് PDക്ക് ഈക്വൽ. അപ്പൊ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് PA മൈനസ് PB എന്ന് പറയുന്നതും PC മൈനസ് PD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ABയും CDയും ഈക്വൽ ആണ്. ABയും CDയും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, PB by AB. PB by AB. PB ആർക്ക് ഈക്വലാ, PDക്ക് ഈക്വലാ അല്ലേ? AB ആർക്ക് ഈക്വലാ, CDക്ക് ഈക്വൽ ആണ്. PB by AB എന്ന് പറയുന്നതും നോക്കണേ, PB by AB എന്ന് പറയുന്നതും PD by DC എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും സെയിം ആണ്. ഈ രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആണ്. സൈഡുകളെ കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആണെങ്കിൽ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, BD എന്ന് പറയുന്നത് BD എന്ന് പറയുന്നത് ACക്ക് പാരലൽ ആണ്. BD എന്ന് പറയുന്നത് ACക്ക് പാരലൽ ആണ് അല്ലേ? എങ്കിൽ മാത്രമല്ല ഈ റേഷ്യോ സെയിം ആവുക. അത് നമ്മൾ 9ാം ക്ലാസ് പഠിച്ച കാര്യ. പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സമാന്തര വരകളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് പാരലലും ആണ്, സൈഡുകൾ ഈക്വലും ആണ്. അപ്പൊ ഇതെന്താണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore ABDC is an isosceles trapezium. അതൊരു സമപാർശ്വ ലംബകമാണ് എന്ന് നമുക്ക് പറയാം. സംശയം വേണ്ട. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. PA എന്ന് പറയുന്നത് 12 സെന്റിമീറ്ററും PB 3 സെന്റിമീറ്ററും PD 4 സെന്റിമീറ്ററും ആണെങ്കിൽ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ CDന്റെ നീളം എത്രയാണെന്നുള്ളതാണ്. അത് നിങ്ങൾ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം. അതുപോലെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.